നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ നിന്നായിരുന്നു. സോ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് അവരുടെ വെബ്സൈറ്റ്. സോ ഈ വെബ്സൈറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ജോയിനസിൽ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റെഗുലർ വേക്കൻസി എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്പൺ ആയിരിക്കും, ഈ പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ കണ്ടോ അപ്ലൈ ഓൺലൈൻ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പേജിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ പേജ് വന്നതിന് ശേഷം ഇവിടെ അപ്ലൈ നൗ എന്നുണ്ട്, ക്ലിക്ക് ഹിയർ അപ്ലൈ നൗ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യണം ആദ്യം. ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് കൺഫേം അടിക്കുക, ദെൻ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും, ഇവിടെ രജിസ്റ്റർ സക്സസ് ആൻഡ് യു മേ ലോഗിൻ ബിലോ നൗ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ നെയിം കൊടുക്കുക, അതുപോലെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് നിങ്ങളുടെ പുതിയ നെയിം കൊടുക്കുക. ഇനി നിങ്ങൾ നെയിം ചേഞ്ച് ചെയ്തിട്ടില്ല, 10th നെയിം ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നോ കൊടുത്ത് ഫാദർ നെയിം മദർ നെയിം അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതൊരു ഏജ് ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏജ് അവിടെ ഫെച്ച് ചെയ്ത് വരുന്നതായിരിക്കും. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങൾ ജനിച്ച ഈ സ്ഥലത്താണ്, പിന്നെ സിറ്റിസൺ ആണെന്ന് അറിയാം, ജെൻഡർ കൊടുക്കുക, നിങ്ങളുടെ റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ഇത് നോ ആയിരിക്കും. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർ യെസ് കൊടുക്കുക. അതിനുശേഷം ഇപ്പം യെസ് കൊടുക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം യെസ് കൊടുക്കാത്തവരാണെങ്കിൽ നോ കൊടുക്കാം. ദെൻ അതിനുശേഷം നിങ്ങൾ കാറ്റഗറി ഏതാണ്, EWS ആണോ, അൺറിസർവ്ഡ് ആണോ, OBC ST ആണോ എന്ന് ചോദിക്കും. ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ സെലക്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ അല്ലയോ എന്ന് കൊടുക്കുക. ദെൻ അപ്പോൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഇത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ് സർവീസ്മാൻ നോ കൊടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. ദെൻ പ്രൈവറ്റോ അതുപോലെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാത്തവരാണെങ്കിൽ നോ കൊടുക്കുക. ഇപ്പോൾ യെസ് കൊടുക്കുന്നവരാണെങ്കിൽ അത് ഏതാണെന്ന് ഇവിടെ ഫില്ല് ചെയ്യണം. നോ കൊടുക്കുന്നവരാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ CSR എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നത് നോ കൊടുക്കാം. ശേഷം നിങ്ങൾ മാർഷൽ സ്റ്റാറ്റസ് സിംഗിൾ ആണോ അൺമാരീഡ് ആണോ കൊടുക്കാം. ദെൻ എബ്രോഡ് ആണോ സ്റ്റേ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. യെസ് കൺട്രി ആണെങ്കിൽ ഇത് യെസ് ആണെങ്കിൽ ഇത് ഏത് രാജ്യത്താണ് മെൻഷൻ ചെയ്യണം, ഏത് നോ ആണെങ്കിൽ മെൻഷൻ ചെയ്യണം. പക്ഷേ അനുസരിച്ച് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക. ഈ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇവിടെ ടിക്ക് ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ട് അഡ്രസ്സ് തന്നെ പെർമനൻറ്റ് അഡ്രസ്സ് ആയിട്ട് വരും. രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡി താഴെ വരുന്നതായിരിക്കും. അതിൻ്റെ താഴെ നിങ്ങൾ സെക്കൻഡറി ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെയിൽ ഐ ഡി കൊടുക്കുക. അതിന് തൊട്ടതായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അതിനൊരു ഓൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നിങ്ങൾ ഈ വ്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും, നിങ്ങൾക്ക് നോക്കാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ സെലക്ട് പോസ്റ്റ് കോഡ് നിങ്ങൾ ഏതാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. പ്രൈമറി ഡീറ്റെയിൽസ് സബ്മിറ്റ് അടിക്കുകയാണ്. എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻസ് കൊടുക്കണം. സോ ഇവിടെ 10ാം ക്ലാസ് ഏത് ബോർഡാണെന്ന് കൊടുക്കണം, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുക. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട അതായത് നമ്മുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് പ്രൂഫായിട്ട് SSLC, അതുപോലെ തന്നെ ആധാർ കാർഡ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇവിടെ ടിക്കറ്റ് ഇട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഇത്രയും നമ്മൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം ഇവിടെ കണ്ടോ പോസ്റ്റ് പ്രിഫറൻസ് ഇവിടെ ക്ലിയർ ചെയ്യണം. പിന്നെ നമ്മുടെ പ്രിഫറൻസ് ഏതാണെന്ന് നോക്കി നമ്മൾ പ്രിഫറൻസ് പറയണം, സെക്കൻഡ് ഫസ്റ്റ്. അതിന് ശേഷം ടൈപ്പിംഗ് ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കണം, ഇംഗ്ലീഷാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് അടിക്കണം. ഇത്ര എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ കാണിക്കും ഡേറ്റ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി. ഇവിടെ നമുക്ക് പ്രിൻ്റ് ആൻഡ് വ്യൂ എടുത്ത് നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയുടെ CSIR നാഷണൽ കെമിക്കൽ ലബോറട്ടറിയുടെ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ താങ്ക് യു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.